നിന്ന് കഴിഞ്ഞിട്ടും 10-15 ദിവസത്തിലും കൂടുതലായിട്ട് നിങ്ങളുടെ പീരീഡ്സ് ഡ്രോപ്പ് ആയിട്ട് അല്ലെങ്കിൽ സ്പോട്ടിങ് പോലെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോമ്പ് കാലങ്ങളിൽ മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പാകുമ്പോൾ നമ്മൾ മുന്നേ ചെയ്തിരുന്ന എല്ലാ റൊട്ടീനുകളും മാറുകയാണ്. ചിലപ്പോൾ എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്തവരുണ്ടായിരിക്കും. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നോമ്പെടുക്കുന്ന ടൈമിൽ മിക്ക സ്ത്രീകളിൽ ഇത് കണ്ടുവരുന്നതാണ്. ഈ ബുദ്ധിമുട്ട് മൂലം നോമ്പെടുക്കാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് പറയുന്നതാണ് ഒരു 5-6 ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തിട്ട് അത്താഴത്തിന്റെ ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ജീരകവെള്ളം അത്താഴത്തിന്റെ ടൈമിലും അതുപോലെ നോമ്പ് തുറക്കുന്ന ടൈമിലും തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമതായിട്ട് പറയുന്നതാണ് ഒരു 2-3 പീസ് ഇഞ്ചി, അതുപോലെ തന്നെ കറുവപ്പട്ട, അതിന്റെ കൂടെ തേനും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമതായിട്ട് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇഫ്താറിന്റെ ടൈമിലാണെങ്കിലും അത്താഴത്തിന്റെ ടൈമിലാണെങ്കിലും കൂടുതലായിട്ട് പ്രോട്ടീൻ, അതായത് മുട്ട, നട്ട്സ്, ചിക്കൻ, ഇങ്ങനെ പ്രോട്ടീൻസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.